വിശ്വസിപ്പി. വർദ്ധിച്ചു വരുന്ന മദ്യം, ലഹരി മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് ഒരു തലമുറ തന്നെ നഷ്ടപ്പെട്ടു പോകുമ്പോ പെറ്റമ്മയെയും അപ്പനെയും തിരിച്ചറിയാൻ കഴിയാതെ അതിക്രമങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും പീഡനങ്ങളും പെരുകുന്ന ഒരു ലോകത്ത് മദ്യവും മയക്കുമരുന്നും വരുത്തി വെക്കുന്ന വിനാശകരമായ അനുഭവത്തിന്റെ നടുവിൽ ജനം സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, കുടുംബങ്ങൾ തകർന്ന വല്ലാത്തൊരു അനുഭവത്തിലേക്ക് നമ്മുടെ നാട് മാറുമ്പോ എല്ലാത്തിനും ഒരു പരിഹാരം, എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമായി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉലകത്തിലേക്ക് വന്ന, സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തുവിലൂടെ സകല പ്രശ്നത്തിനും പരിഹാരമുണ്ട്, നിത്യമായ സമാധാനമുണ്ട്, നിത്യമായ സന്തോഷമുണ്ടെന്ന് ഈ ദേശത്തിന്റെ നടുവിൽ ഒരിക്കൽ കൂടി വിളിച്ചറിയിച്ചുകൊണ്ട് ഒരു ലഘു സന്ദേശം നിങ്ങളോട് അറിയിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനായി കർത്താവിന്റെ ദാസൻ ഉണ്ണികൃഷ്ണ ബ്രദറിനെ സന്തോഷത്തോടെ മുന്നോട്ട് ക്ഷണിക്കുന്നു. അടുത്തും അകലെയുമായി ശബ്ദപരിധിയിൽ ഞങ്ങളെ വീടുകൾക്കുള്ളിലും വീതികളിലും മനോഹരമായ പ്രകൃതിരമണീയമായ ഈ ജംഗ്ഷന്റെ വിവിധ സ്ഥലങ്ങളിലിത് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ, പ്രബുദ്ധരായ, ഈശ്വരവിശ്വാസികളായ ഏവർക്കും പുനലൂർ ഗോസ്പൽ ടീമിന്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങളും പ്രഭാത വന്ദനവും അറിയിക്കുന്നു. കേരളത്തിലുടനീളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്നേഹ സന്ദേശവുമായി പാസ്റ്റർ ശിഹാബുദ്ദീൻ അവരുടെ നേതൃത്വത്തിൽ ഗ്രാമാന്തരങ്ങൾ, കോളനികൾ, എസ്റ്റേറ്റ് ലയങ്ങൾ, ട്രൈബൽ ഏരിയാസ് തുടങ്ങിയ മുക്കവലകൾ തുടങ്ങിയ അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ സന്ദേശവും നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം ഒരു സമൂഹത്തെ എത്രത്തോളം ആപൽക്കരകമായ രീതിയിൽ അത് സ്വാധീനിക്കുന്നു, അതിന്റെ ദൂഷ്യഫലങ്ങൾ തുടങ്ങിയവ പറയുകയും ബോധവൽക്കരണം നടത്തുകയും അവർക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടീമിന്റെ പ്രവർത്തനമാണ് അനുഗ്രഹീതമായ ഈ കുണ്ടറ പെരുമ്പുഴ ജംഗ്ഷനിൽ, മനനാട് ജംഗ്ഷനിൽ വന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഞങ്ങൾക്കൊരു ഭാഗ്യമുണ്ടായി. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അനേക പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ജീവിതത്തിന്റെ യാത്രയിൽ അനവധി തവണ നമ്മൾ കേൾക്കുന്നവരാണ്. മതപരമായ പ്രസംഗങ്ങൾ, രാഷ്ട്രീയ പ്രസംഗങ്ങൾ, സാംസ്കാരികമായ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നവരാണ്. ഞങ്ങൾ ഒരു മതത്തിന്റെയും വക്താക്കളല്ല. ഞങ്ങൾ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നവരാണ്. മതത്തിന്റെ ആചാര്യന്മാരെ, പുരോഹിതന്മാരെ, അച്ഛന്മാരെ, ഇസ്ലാമിക ഉസ്താദുമാരെ, ഇങ്ങനെ എല്ലാവരെയും ഞങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ്. ഏതെങ്കിലും മതവിഭാഗങ്ങളെ വ്രണപ്പെടുത്തുവാനോ ഏതെങ്കിലും സംവിധാനങ്ങളെ കുറ്റപ്പെടുത്തുവാനോ ഒന്നും ഞങ്ങൾ വന്നവരല്ല. ലോകരക്ഷകനും മാനവകുലത്തിന്റെ വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാനാണ് ഞങ്ങൾ വന്നത്. ആ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് എന്തിനാണെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരാലും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ എന്ന് വിശുദ്ധ ലേഖനത്തിൽ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു, എല്ലാവരും വിശ്വസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഒരു ചരിത്രത്തിന്റെ സത്യമാണ്, ചരിത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്, ചരിത്രത്തിന്റെ ഭാഗമാണ്. യേശുക്രിസ്തു ചരിത്ര പുരുഷനാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തെ നിഷേധിക്കുവാൻ ലോകത്തിൽ ഒരു നിരീശ്വരവാദികൾക്കും കഴിയുകയില്ല. കാരണം
നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറുകൾ, നമ്മുടെ കയ്യിലിരിക്കുന്ന രേഖകൾ, പ്രമാണങ്ങൾ, ആധാർ കാർഡുകൾ, പാൻ കാർഡുകൾ, പാസ്പോർട്ട്, ഇതിലൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു ഡേറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് 2024 ജൂലൈ മാസമാണെന്ന്. ഇന്ന് 19-ാം തീയതി അല്ലേ? അപ്പോ കർത്താവായ യേശുക്രിസ്തു ജനിച്ചിട്ട് 2024 വർഷമായി എന്ന് നമുക്ക് വ്യക്തമായി പറയുവാൻ സാധിക്കും. കാരണം ലോക ചരിത്രത്തെ രണ്ടായി തിരിച്ചത് യേശുക്രിസ്തുവിന്റെ ജനനത്തോടു കൂടിയാണ്. ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും, അനോ ഡോമിനി, യേശുക്രിസ്തുവിന് മുമ്പും യേശുക്രിസ്തുവിന് പിമ്പും എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതൊരു ചരിത്രത്തിന്റെ സത്യമാണ്. കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്ന കാലഘട്ടത്തിൽ റോമൻ കൈസർമാർ ഈ ഭരിച്ചിരുന്നു എന്ന് വ്യക്തമായി നമുക്ക് ചരിത്രത്തിലും ബൈബിളിലും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ യേശുക്രിസ്തുവിന്റെ സമകാലികനായിരുന്ന, യേശുക്രിസ്തു ജീവിച്ച 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു യഹൂദ ചരിത്രകാരനായിരുന്ന ജോസീഫസ് എന്ന് പറയുന്ന ചരിത്ര പ്രാധാന്യമായ പുസ്തകങ്ങൾ, ജൂയിഷ് വാർ, ആന്റിക്വിറ്റീസ് ഓഫ് ജൂഷ് തുടങ്ങിയ പുസ്തകങ്ങൾ എഴുതിയ ആ മഹാനായ ചരിത്രകാരൻ യേശുക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു ജനിച്ചതിന് വ്യക്തമായി നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന വ്യക്തമായ അടയാളങ്ങൾ അങ്ങ് ദൂരെ പലസ്തീനിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തു ജനിച്ച വീട്, യേശുക്രിസ്തു നടന്നതും യേശുക്രിസ്തു സഞ്ചരിച്ചതുമായ പാതകൾ, യേശുക്രിസ്തുവിനെ ക്രൂശീകരിച്ച ആ ഗാഗുൽത്ത മല, യേശുക്രിസ്തുവിനെ അടക്കിയ തുറന്നു കിടക്കുന്ന കല്ലറ തുടങ്ങി ഒരു ചരിത്രം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന, ചരിത്രത്തെ അപഗ്രഥിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും വ്യക്തമായി സ്പഷ്ടമായി അത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കും. ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ അറിവുകളോ ഞങ്ങൾ വായിച്ച ഞങ്ങളുടെ പാണ്ഡിത്യം പ്രദർശിപ്പിക്കുവാനല്ല പ്രിയപ്പെട്ടവരെ. കാരണം ഈ കഴിഞ്ഞ നാളുകളിൽ യേശു ഒരു മിഥ്യയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന നിരീശ്വരവാദം വല്ലാതെ സമൂഹത്തെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്, ചരിത്ര സത്യമാണ്, ചരിത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് എന്ന് നിങ്ങൾക്ക് ആമുഖമായി ഞങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക തന്നെയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനല്ല എന്ന് തെളിയിക്കുവാൻ ഒരുമ്പെട്ടിറങ്ങിയ അനേക നിരീശ്വരവാദികളുടെ ചരിത്രം നമുക്ക് പുസ്തകങ്ങളിലൂടെ, ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയും. അങ്ങനെ ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യൻ 20 വർഷത്തോളം പലസ്തീനിൽ പോയി യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേര് ബെൻഹർ എന്നാണ്. ആ പുസ്തകത്തിൽ നിരീശ്വരവാദിയായ ആ മനുഷ്യൻ പറഞ്ഞത് യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും ഈ രക്ഷ പാപിയായ എനിക്കും ആവശ്യമുണ്ടെന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കി എന്നുള്ളൊരു ചരിത്ര യാഥാർത്ഥ്യം നമുക്കറിയാൻ കഴിയും. ബൈബിൾ മിഥ്യയാണെന്നും 1 നൂറ്റാണ്ട് കഴിയുമ്പോൾ ബൈബിളും ക്രിസ്ത്യാനിറ്റിയും ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു, ബൈബിളിനെ ഞാൻ ഒരു കോടാലി കൊണ്ട് വെട്ടിക്കീറി കളയുന്നു, അതിനെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിറ്റിക്കും ബൈബിളിനും എതിരായി ഇറങ്ങിത്തിരിച്ച ഫ്രഞ്ച് നാസ്തികനായിരുന്ന വോൾട്ടർ എന്ന മനുഷ്യൻ ഈ ഒരു പ്രഖ്യാപനം നടത്തി 12 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും സ്ഥാവര ജംഗമ വസ്തുക്കളും ജനീവ ബൈബിൾ സൊസൈറ്റി എന്നൊരു സംഘടന വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ലക്ഷക്കണക്കിന് ബൈബിളുകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ ജനനത്തെയും യേശുക്രിസ്തുവിന്റെ ആ യാഥാർത്ഥ്യത്തെയും നിഷേധിക്കുവാൻ ഇറങ്ങിത്തിരിച്ച് എല്ലാവരും പരാജയപ്പെട്ടു. നിങ്ങളുടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്ന ഞാനും സുവിശേഷ വിരോധിയായി ജീവിച്ച ഒരാളാണ്. മദ്യത്തിനും ലഹരിക്കും കഞ്ചാവിനും തമ്പാക്കിനും പാൻപരാഗിനും ഒക്കെ അടിമയായി ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ട് നടന്നൊരു ചെറുപ്പക്കാരൻ. ആർക്കും എനിക്ക് സമാധാനം നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലാതെ വന്നപ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്ന നിരീശ്വരവാദികളുടെ തലതൊട്ടപ്പനായിരുന്ന ജോസഫ് ഇടമറുകിന്റെ തിരഞ്ഞെടുത്ത യുക്തിവാദ ലേഖനങ്ങൾ എന്ന് പറയുന്ന വലിയൊരു പുസ്തകം വായിച്ച് ഞാൻ കുറെ നാൾ നിരീശ്വരവാദിയായി ജീവിച്ചു. ഒരിക്കൽ മദ്യപിച്ച് ലക്കുകെട്ട് വന്ന് എനിക്ക് തോന്നി ഈ പുസ്തകം ഒത്തിരി വൈരുദ്ധ്യത നിറഞ്ഞതാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ പുസ്തകം മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചു കളഞ്ഞ ഒരു ഓർമ്മ എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഓർത്തെടുക്കുവാൻ കഴിയും. അപ്പോ
ലഹരിക്ക് അടിമപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് നിരീശ്വരവാദിയായി ജീവിച്ച ഒരു ഉണ്ണികൃഷ്ണനാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. കഴിഞ്ഞ 20-ൽ പരം നൂറ്റാണ്ടുകളായി ലോകത്തിൽ ദശലക്ഷക്കണക്കിന് പ്രാസംഗികർ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വിഷയം, പ്രസംഗിച്ചിട്ടും മടുത്തു പോകാത്ത ഒരു വിഷയം, അത് സുവിശേഷം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ ആധാരമായി ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന പുസ്തകം വിശുദ്ധ വേദപുസ്തകമാണ്. ആ വേദപുസ്തകത്തെ കുറിച്ച് ഞങ്ങൾ വാതോരാതെ പ്രസംഗിക്കുന്നതിന്റെ കാരണം, ലോകത്തിലുള്ള മിക്കവാറും ഒട്ടും ഭാഷകളിൽ 2000-ലോ 2500-ലധികമോ അതിലപ്പുറമായി ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം ബൈബിളാണ്. ആ ബൈബിൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വായിക്കുന്ന ഒരു പുസ്തകം ബൈബിളാണ്. BC 1600-നും AD 100-നും ഇടയ്ക്ക് 1600 വർഷങ്ങളുടെ കാലയളവിൽ ലോകത്തിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ജീവിച്ചു ജനിച്ച് 40-ൽ പരം വ്യക്തികളിലൂടെ ലോകത്തിലെ 3 ഭൂഖണ്ഡങ്ങളായി ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് തുടങ്ങിയ 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് വ്യത്യസ്തമായ കാലയളവിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വ്യത്യസ്ത ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന രാജാക്കന്മാർ, പ്രവാചകന്മാർ, പണ്ഡിതന്മാർ, മുക്കുവന്മാർ, ഇടയന്മാർ, ചുങ്കക്കാർ തുടങ്ങി വ്യത്യസ്തമായ ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ നിയോഗത്തിൽ എഴുതപ്പെട്ട കാലാതീതനായ ദൈവം വിഭിന്ന കാലത്തിൽ കഴിയുന്ന മനുഷ്യന് കൊടുത്ത ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവത്തിന്റെ വചനമാണ് വിശുദ്ധ വേദപുസ്തകം. വേദപുസ്തകം ആദിമ നൂറ്റാണ്ടുകളിൽ പാപ്പറസ് ചെടിയുടെ തോലുകൊണ്ട് കൽപ്പലകകളിലും മെഴുകു പലകകളിലുമൊക്കെ എഴുതി സൂക്ഷിച്ചു. അന്നൊക്കെ അത് ചുരുളുകളായിട്ടായിരുന്നു സൂക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ കൈകളിൽ എത്തക്കത്തക്ക നിലയിൽ 66 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ നിയമവും പുതിയ നിയമവുമായി യേശുക്രിസ്തുവിന്റെ സുവിശേഷം അടങ്ങിയ ആ ബൈബിൾ നമുക്ക് ലഭ്യമാണ്. ഈ ദേശത്ത് ആർക്കെങ്കിലും ആ ദൈവവചനമാകുന്ന ബൈബിൾ ലഭിക്കാത്തവരുണ്ടെങ്കിൽ സൗജന്യമായി നിങ്ങൾക്ക് ഞങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. ഞങ്ങളുടെ കയ്യിൽ അനേക ട്രാക്റ്റുകളും ബൈബിളുകളും ഉണ്ട്. നിങ്ങളത് വാങ്ങിക്കണമെന്ന് പ്രാരംഭമായി നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അപ്പൊ കർത്താവായ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്, ചരിത്രത്തിന്റെ ഭാഗമാണ്. യേശുക്രിസ്തുവിനോളം തുലനം ചെയ്യുവാൻ ഈ ഭൂമിയുടെ മനുഷ്യോത്പത്തി മുതൽ ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന ഈ സമയം വരെയും ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ജീവിച്ചു, മരിച്ചു, മൺമറഞ്ഞു പോയി. അതിൽ പണ്ഡിത ശിരോമണികളുണ്ട്, തത്വജ്ഞാനികളുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, ചക്രവർത്തിമാരുണ്ട്, ലോകത്തെ കിടകിട വിറപ്പിച്ചവരുണ്ട്, രാജ്യങ്ങളെ നിയന്ത്രിച്ചവരുണ്ട്, യുദ്ധവീരന്മാരായവരുണ്ട്. പക്ഷേ അവരൊക്കെയും മരിച്ചു മൺമറഞ്ഞു പോയുവെങ്കിലും ഏത് കവലകളിൽ നിന്ന് ലജ്ജയില്ലാതെ സുവിശേഷത്തെ യേശുക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നതിന്റെ കാരണം നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ജനിച്ച് ജീവിച്ച മഹാന്മാരെ നമ്മൾക്കറിയാം. വിപ്ലവ നേതാക്കന്മാരായിരുന്നു ആരൊക്കെ? കാറൽ മാർക്സ്, ഏംഗൽസ്, ലെനിൻ. അവർ വിപ്ലവ നേതാക്കന്മാരായിരുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളെ സ്വാധീനിച്ചവരായിരുന്നു അവരൊക്കെ. സൂത്രം. അതുപോലെ യുദ്ധവീരന്മാരായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി, മുസോളിനി, അതുപോലെ മാർട്ടിൻ ലൂതർ കിങ്, ജോൺ എഫ് കെന്നഡി, മഹാത്മാ ഗാന്ധിജി, ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, ഇവരൊക്കെയും ജനിച്ച് ജീവിച്ചു മൺമറഞ്ഞു പോയവരാണ്. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര ശാസ്ത്രജ്ഞന്മാർ, ഐസക് ന്യൂട്ടൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ തുടങ്ങിയവർ, അതുപോലെ ലോകപ്രശസ്ത നേതാക്കന്മാരായിരുന്ന അബ്രഹാം ലിങ്കനെയൊക്കെ നമുക്കറിയത്തില്ലേ? ഇവരൊക്കെയും ജനിച്ചു ജീവിച്ചു മരിച്ചു മൺമറഞ്ഞു പോയവരാണ്. അവരുടെ മരണം കൊണ്ട് അവരുടെയൊക്കെ ആശയങ്ങളും അവരുടെ രാജ്യങ്ങളും അസ്തമിച്ചപ്പോൾ കഴിഞ്ഞ 2000-ൽ പരം വർഷമായി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു മരിച്ചു മൺമറഞ്ഞ് കാലയവനികൾക്കുള്ളിൽ മറഞ്ഞുപോയ, അല്ലെങ്കിൽ 6 അടി മണ്ണിൽ നീറി ഉടുങ്ങിയ ഒരു വ്യക്തിത്വമല്ല. യേശുക്രിസ്തുവിന്റെ ആശയങ്ങൾ, യേശുവിന്റെ കൽപ്പനകൾ, യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം ഇന്ന് ഗ്രാമാന്തരങ്ങൾ ലോക ജനതയെ സ്വാധീനിച്ചുകൊണ്ട് പാപത്തിൽ നിമരിച്ചു പോയ മനുഷ്യരെ രക്ഷിച്ചെടുത്തുകൊണ്ട് നല്ല മനുഷ്യരാക്കി തീർത്ത്, നരഭോജികളെ നരസ്നേഹിയാക്കി തീർത്ത്, ദുഷ്ടന്മാരായ നിഷ്ഠൂരന്മാരെ, ജീവിതത്തിൽ തകർന്നവരെ, ധരിപ്പണമായവരെ, ആശ നഷ്ടപ്പെട്ടവർക്ക് ആശ കൊടുക്കുന്ന ലോകത്തിൽ ഒരു സന്ദേശമാണ് സുവിശേഷം.
ഹല്ലേലൂയ. അതിന്റെ വക്താക്കളായി നിൽക്കുവാൻ കഴിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. യേശു വന്നതും പാപികളെ രക്ഷിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ആ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ജനിച്ചു. അത് പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. കാലത്തിന്റെ സമ്പൂർണതയിൽ കന്യകയായ ഒരു സ്ത്രീയുടെ ഉദരത്തോളം ചെറുതായി ലോകത്തിൽ വന്ന് ജനിച്ച് ജീവിച്ച 33.5 വയസ്സ് വരെ മാത്രം ജീവിച്ച യേശു എന്തുകൊണ്ടാണ് നിസ്തുല്യനാകുന്നത്? താൻ പ്രസംഗിച്ചതുപോലെ ജീവിച്ചു, ജീവിച്ചതുപോലെ പ്രസംഗിച്ചു കാണിച്ചു. പാപമറിയാത്തവൻ, പരിശുദ്ധൻ, പാപരഹിതമായി ജീവിച്ചവൻ, ആർക്കും ഒരു കുറ്റവും യേശു ക്രിസ്തുവിൽ കണ്ടെത്തുവാനോ ചൂണ്ടിക്കാണിക്കുവാനോ കഴിഞ്ഞില്ല. പരിശുദ്ധനായവൻ ഈ ലോകത്തിലേക്ക് വന്നു. തന്റെ സ്വർഗീയ മഹിമകളെയെല്ലാം ഉരിഞ്ഞു വെച്ചുകൊണ്ട് താണലോകത്തിലേക്ക് വന്നു. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത്, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായക കൊണ്ട് യേശു കുഞ്ഞിനെ പശുത്തൊട്ടിയിൽ കിടത്തി പാപത്തിൽ നിവരിച്ചുപോയ തകർന്നുപോയ മനുഷ്യ ജീവിതത്തോട് താതാത്മ്യം പ്രാപിക്കുവാൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായി യേശു ഈ ലോകത്തിൽ വന്നു. പ്രിയപ്പെട്ടവരെ, തന്റെ 33.5 വയസ്സിനിടയിലെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ വേളയിൽ ബഹുജനം രോഗികൾക്ക് സൗഖ്യം കൊടുത്തു. ചെകിടന്മാർ സംസാരിച്ചു, കുരുടന്മാർ കണ്ടു, പക്ഷപാത രോഗികൾ, മുടന്തന്മാർ, മരിച്ചവരെ ഉയർപ്പിച്ചു. തന്റെ വാക്കുകൊണ്ട് കാറ്റിനെയും കടലിനെയും പ്രകൃതി ശക്തികളെയും നിയന്ത്രിച്ചു നിർത്തിയവൻ, പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും പ്രകൃതി ശക്തിയുടെ മേലും അധികാരമുള്ളവൻ, താൻ ദൈവപുത്രനാണെന്ന് തെളിയിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഒരു പാപവും ചെയ്യാതെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 കാരിരുമ്പാണികളിൽ മുൾക്കിരീടധാരിയായി റോമൻ സാമ്രാജ്യത്തിന്റെ ചാട്ടവാറാടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്റെ ചങ്കിലെ അവസാനത്തുള്ളി രക്തം വരെയും മാനകുലത്തിന് വേണ്ടി ചൊരിഞ്ഞു കൊടുത്ത യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ യേശു ഈ ലോകത്തിൽ വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടി യേശു ഒരിക്കൽ വന്നു. ആ യേശു വീണ്ടും വരുവാൻ പോകുന്നു. എങ്ങനെ? ആ യേശു വരുന്നത് എന്തിന്? തന്റെ കൽപ്പനകൾ അനുസരിച്ച് സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ലോകത്തിന്റെ കളങ്കം പറ്റാതെ പാപരഹിതനായി ജീവിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു ക്രിസ്തു വരുവാൻ പോകുന്നു. ദേശമേ, ആ യേശു ക്രിസ്തുവിനെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ നിമിഷം വരെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്തവർ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്നാണ് സുപ്രസാദകാലം, ഇന്നാണ് രക്ഷാദിവസം. ഈ വിലയേറിയ രക്ഷയെ നിങ്ങൾ അലക്ഷ്യമാക്കി കളയല്ലേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പണം മുടക്കണ്ട, പരിഭ്രാന്തരായി അവിടെയും ഇവിടെയും ഓടണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിപ്പിൽ, കിടക്കുന്ന കിടപ്പിൽ രോഗിയാണോ? യേശു ക്രിസ്തു നിങ്ങൾക്ക് സൗഖ്യം തരും. ജീവിതത്തിൽ തകർന്നവരാണോ? നിങ്ങളുടെ 100 ചോദ്യങ്ങളുടെ ഉത്തരമാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ലോകം ഒരു മരുഭൂമിയാണെങ്കിൽ യേശു ക്രിസ്തു അതിലെ മരുപ്പച്ചയാണ്. ലോകം സഹോദര നിനക്ക് നീന്തിക്കിടക്കാൻ പറ്റാത്തൊരു സമുദ്രമാണെങ്കിൽ യേശു ക്രിസ്തു ഒരു യാനമാണ്, ഒരു ബോട്ടാണ്. ലോക സമുദ്രം നീന്തിക്കിടക്കുവാൻ ലോകത്തിന്റെ വെളിച്ചമായ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന അരുളി ചെയ്ത അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് അരുളി ചെയ്ത ആ യേശു ക്രിസ്തുവിന്റെ പാറപീഠത്തിലേക്ക് വന്ന്, യേശുവേ, ഞാനൊരു പാപിയാണപ്പാ, ഞാൻ ജീവിതത്തിൽ തകർന്നവനാണ്, എല്ലാം നഷ്ടപ്പെട്ടവനാണ്, ആത്മഹത്യ മാത്രമേ ജീവിതത്തിൽ മുമ്പിലുള്ളൂ, ഞാൻ മാറാ രോഗിയാണ്, എല്ലാം കൊണ്ട് തകർന്നവനാണ് എന്ന് ആരെങ്കിലും ജീവിതത്തിൽ തകർന്നവരായിട്ടുണ്ടെങ്കിൽ, പ്രിയ മാതാവേ, പിതാവേ, കൂടപ്പിറപ്പേ, സഹോദര സഹോദരി, ഒരു ഉണ്ണികൃഷ്ണനെ രൂപാന്തരപ്പെടുത്തിയ യേശുവിന്, ഒരു ശിഖാവതിനെ രൂപാന്തരപ്പെടുത്തിയ യേശുവിന്, ഒരു ബിജു തങ്കച്ചനെ, ഒരു സേവ്യറെയും, ഒരു സന്തോഷിനെയും, ഒരു അല്ലമീനെ രൂപാന്തരപ്പെടുത്തിയ യേശുവിന് നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുവാൻ കഴിയും. നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമല്ല യേശു ക്രിസ്തു എന്ന നാമം. നിങ്ങൾ എത്രമാത്രം ചെയ്യുക, ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിച്ച്, യേശു എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീതിക്കായി വായ് കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ, പ്രിയ സഹോദര, കുടപ്പിറപ്പേ,
അപ്പച്ച, അമ്മച്ചി, ഇന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന ദിവസമാണ്. നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയുടെ ഒരു സുവർണ്ണ അവസരമാണ് വന്നിരിക്കുന്നത്. നിത്യ നരകത്തിൽ പോകാതിരിക്കുവാൻ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി ജീവിക്കുവാനുള്ള നല്ല അവസരത്തെ നിങ്ങളുടെ മുന്നിൽ വച്ച് നീട്ടിക്കൊണ്ട് ഈ സന്ദേശം സമയത്തിന്റെ പരിമിതി മൂലം ഞങ്ങൾ തൽക്കാലം നിർത്തി അടുത്ത സ്ഥലത്തേക്ക് കടന്നു പോകുന്നു. കർത്തദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സവിസ്തരം ദേശത്തോട് പ്രസ്താവിപ്പാൻ പ്രിയ ഉണ്ണികൃഷ്ണൻ ബ്രദറിനെ ദൈവം ഉപയോഗിച്ചല്ലോ. ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങൾ കേൾക്കപ്പെട്ടതുപോലെ മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം. വേറൊരു വ്യക്തിയിലും രക്ഷയില്ല, വേറൊരു സംഘടനയിലും രക്ഷയില്ല, വേറൊരു പ്രസ്ഥാനത്തിലും രക്ഷയില്ല, വേറെ ഒരു മാർഗത്തിലും രക്ഷയില്ല. ഒരേ ഒരു മാർഗം, ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു രക്ഷാസ്ഥാനം. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക്, ആ യേശു ക്രിസ്തുവിന്റെ നിത്യ സമാധാനത്തിലേക്ക്, നിത്യ സന്തോഷത്തിലേക്ക്, നിത്യരക്ഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇപ്പോ നിങ്ങൾക്ക് വേണ്ടി കർത്തദാസൻ ബിജു തരകൻ പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ ദേശത്ത് വന്ന് ഒരു ഉണ്ണികൃഷ്ണനെ രൂപാന്തരപ്പെടുത്തിയ ദൈവം നിങ്ങളെയും ഹാലലിയ ഓരോ ഭവനങ്ങളിൽ കർത്താവെ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഇത്രയും സമയം ഹല്ലേലൂയ ഞങ്ങളുടെ പ്രസംഗം കേട്ട ഹല്ലേലൂയ സ്വതന്ത്രം ഹാലലിയ ഏത് വ്യക്തിയായാലും ഹാലലിയ ദൈവമേ, എന്റെ വിഷയത്തിൽ മേൽ, എന്റെ ഹാലലിയ വിഷയ പരിഹാരങ്ങളുടെ മേൽ ദൈവം എന്നെ ഒന്ന് സ്പർശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശം കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് ഞങ്ങൾ വിളിച്ചു പറയും. പ്രിയ സുഹൃത്തെ, പ്രിയ മാതാവേ, പ്രിയ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. നിങ്ങൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടമായ ഹല്ലേലൂയ സ്ഥലത്ത് നിന്ന് ഞങ്ങളോടൊപ്പം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഏത് വലിയ വിഷയമായാലും ദൈവം അതിനെ സൗഖ്യപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി നിങ്ങളുടെ ഹല്ലേലൂയ ഏത് വലിയ പാപമായാലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന സ്വർഗമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസനിൽ കൂടി വാരി വിതറിയ വചനം നിങ്ങൾക്ക് 30, 60, 100 മേനിയായി ഫലം കായ്ക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഹാലലി മറ്റൊരു ദേശത്തേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ്. ഹാലലിയ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാലലിയ പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇവിടെ ആയിരിക്കുന്നു. അതുകൊണ്ട് ഹാലലിയ ഇത്രയും സമയം ഹാലലിയ നിങ്ങളുടെ സമയം ഹാലലിയ ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് നിങ്ങൾ ശ്രദ്ധയോടെ ഹാലലിയ ഇരുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ ഹല്ലേലൂയ സ്തോത്രം സമൃദ്ധി കുലിക്കായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷ പ്രസംഗത്തിൽ നിന്ന് ഞങ്ങൾ ഓസ്മരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു